എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഇൻവെർട്ടർ ഒളിഞ്ഞു കിടക്കുന്നതുണ്ട്. അതായത് ഇൻട്രോവേർട്ടേ. ആ സംഭവം ഒളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്കണവാടിയിൽ പഠിക്കുന്ന സമയം തൊട്ട് 10ാം ക്ലാസ് എത്തുന്ന വരെയും ആര് ചോദിച്ചാലും പറയാനായിട്ട് എനിക്ക് ആകെ കൂടി ഒരു ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയും വേറെ വേറെ ക്ലാസ്സുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും ക്ലാസ്സിലേക്ക് വരുമ്പോഴും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. ഒരുമിച്ച് പോക്കും വരവും മാത്രമേ ഉള്ളൂ. ക്ലാസ്സിനകത്ത് എനിക്ക് ഫ്രണ്ട്സും ഇല്ല, ഒന്നുമില്ല. എൻ്റെ കൈ കോർത്ത് പിടിച്ച് സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടക്കാനും ടോയ്ലറ്റിൽ ഒരുമിച്ച് പോവാനും കടയിൽ പോവാനോ ലഞ്ച് ടൈമിൽ കൈ കഴുകാൻ പോവാനൊന്നും എനിക്കൊരു കൂട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ക്ലാസ്സിന് പുറത്തിറങ്ങാറില്ലായിരുന്നു. അതിപ്പോൾ എൻ്റെ മാത്രം കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ എന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവണം. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗേൾസും ഈ രണ്ട് പേരായിട്ട് ഇരുന്ന് വർത്താനം പറയുന്നുണ്ടാവും, സ്വകാര്യങ്ങൾ പറയുന്നുണ്ടാവും, ഒരുമിച്ച് നടക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. ഞാൻ മാത്രം ഒറ്റ. അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് മിണ്ടി പോവാത്തതുകൊണ്ടാണോ എനിക്കൊരു കൂട്ടുമില്ലാത്തത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല വിഷമം ഉണ്ടായിരുന്നു. ആരും ഇല്ലല്ലോ കൂട്ടിനെന്ന് വെച്ചിട്ട്. പിന്നെ ആകെക്കൂടെ അടി കൂടാനായിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഫുൾ ടൈം അടിയാണ്. ബാഗ് അങ്ങോട്ട് നീക്ക്, ബാഗ് ഇങ്ങോട്ട് നീക്ക്, പേനയുടെ മഷി അവളുടെ ഡ്രസ്സിലായി, അവളുടെ പേനയുടെ മഷി എൻ്റെ ഡ്രസ്സിലായി എന്നും പറഞ്ഞു എന്നും അടിയാണ്. ഇപ്പം ഞാൻ കുറേ മാറിയിട്ടുണ്ട്. എന്നിലെ മാറ്റങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ തന്നെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് എനിക്ക് പണി തരുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ എല്ലാം പഠിച്ചിട്ട് പോകും. എന്നിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എണീറ്റ് നിന്നിട്ട് ടീച്ചറുടെ മുഖത്ത് നോക്കി ആൻസർ പറയാൻ എന്നെക്കൊണ്ട് കഴിയാറില്ല. പഠിച്ച ഉത്തരം പോലും ഞാൻ പറയാതെ തല താഴ്ത്തി മിണ്ടാതെ നിന്ന് കൈ നീട്ടി അടിയും വാങ്ങിയിരിക്കും. ഒരുപാട് കുട്ടികൾ നിന്റെ കഴുത്തുമ്മേ ആരാ പിടിച്ചത്, നിന്റെ ശബ്ദം എന്തെങ്ങനെ ഇരിക്കണേ എന്ന് പറയുന്നത് കൊണ്ടും കൂടെ എനിക്ക് ആരോട് സംസാരിക്കാനും തോന്നാറില്ല. എനിക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറുന്ന ഒരു സമയമായിരുന്നു എൻ്റെ ചെറുപ്പകാലം. എനിവേ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സും ബാഗും എല്ലാം പുതിയതാണ്. ലിങ്ക് എല്ലാം ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഫോർട്ടി